ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് ആരോ എന്തോ പറയാൻ വരുന്നുണ്ട്. ഒന്നുകിൽ ഒരു പുതിയ പ്രണയമാകാം, അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റ് പല അവസരങ്ങളാവാം. എന്തിനുള്ള അവസരങ്ങൾ? ജോലിക്കുള്ള അവസരങ്ങൾ, സാമ്പത്തികപരമായ അവസരങ്ങൾ, ഇതൊക്കെ നിങ്ങളിലേക്ക് വരാം. മറ്റ് നിങ്ങളിവിടെ നോക്കി നിൽക്കുന്ന ഏതൊരു കാര്യത്തിനായാലും അതിനൊരു അവസരം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇത് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ടാവണം, നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഇത് ഇനിയും നിങ്ങളോട് ആർക്കെങ്കിലും പ്രണയമുണ്ടെങ്കിൽ ഇതുവരെ അവർ മറച്ചു വെച്ച് നടന്നിരുന്നു, ഇനി നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളോട് അത് തുറന്നു പറയാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇത്. നിങ്ങളോട് ആരോ പറയാൻ വരുന്നതാണ്. മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ വീക്കായിട്ടിരിക്കുന്നു, അല്ല എങ്കിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, അതിന് നിങ്ങൾക്കൊരു മറുപടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ടെൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, നേടിയെടുത്തത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന അനാവശ്യകരമായ കാര്യങ്ങൾ കേട്ട് മനസ്സ് വിഷമിച്ച് നീറി കഴിയുന്ന ഒരു സമയമാവാം. ഇവിടെ ചക്രാസ് എല്ലാം ബ്ലോക്കാണ്, ഉണ്ടല്ലേ? ആരോഗ്യപരമായിട്ട് ഒരുപാട് ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. ഇനി മറ്റേത് കാര്യത്തിലായാലും ശരി, നിങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ച ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം. അവരുടെ മുൻപിൽ നിങ്ങൾക്ക് വിജയിയായിട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമ്പർ 10 ആണ്. ഇവിടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുണ്ട്. ഈ ഒരു തുടക്കം എന്ന് പറയാൻ കണ്ടില്ലേ, ഇവിടെ ഇരുളാണെങ്കിൽ ഇവിടെ അതിനപ്പുറം പ്രകാശമുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഒരു നല്ല പ്രകാശത്തിലേക്കാണ്. ഓരോ പരാജയവും നിങ്ങളെ ഓരോ വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. മനസ്സിലായി? ഒരു പരാജയം വരുമ്പോൾ ഏറ്റവും വലിയ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. ഒരുപാട് നെഗറ്റീവായ എനർജിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനപ്പുറം ഒരു വെളിച്ചമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏതൊരു കാര്യത്തിനായാലും, ചീറ്റിങ്ങിലാണോ, ഇനി അസുഖങ്ങളിലാണോ, ഇതെല്ലാം നിങ്ങൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരും. മനസ്സിലായി? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് വരാനുള്ള കരുത്തുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വരാൻ പോകുന്ന ഒരു തുടക്കത്തിലേക്കാണ്. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ തോൽപ്പിച്ചവരുടെ മുൻപിൽ, നിങ്ങളെ അപമാനിച്ചവരുടെ മുൻപിൽ തല ഉയർത്തി നിന്ന് ഒരു വിജയശ്രീ ലാളിതനായി അല്ലെങ്കിൽ വിജയശ്രീ ലാളിതയായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. എന്തൊക്കെയോ ഭാരം നിങ്ങൾ ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടിലെ മുഴുവനും, കുടുംബത്തിലെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ചുമലിലായിരിക്കണം. നിങ്ങൾ നിഷ്കളങ്കരായതുകൊണ്ട് ഇതെല്ലാം ഏറ്റെടുത്ത് വഹിക്കുന്നു. ഇനി ചിലരുണ്ട് മനസ്സമാധാനത്തിന് അവരുടെ സന്തോഷം, ചിലർക്ക് മനസ്സന്തോഷമാകാം, കാരണം മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതുമാകാം. ഇനി അതല്ല, ഒന്നുമില്ലാതെ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാവാം മറ്റു പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അവിടെയും മറ്റുള്ളവരുടെ സ്നേഹമൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യ കാര്യമാണ്.
കാരണം മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു കൊടുത്താലും നന്മയില്ലാത്ത ചില ആൾക്കാരുണ്ടാവാം. നിങ്ങൾ ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കുക, നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിലേക്ക് മുന്നോട്ട് വരികയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു തുടക്കമുണ്ട്. ഈ ഭാരമെല്ലാം താഴെ വെച്ചിട്ട് നിങ്ങളും ഒരു നല്ല തുടക്കത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും അമിതമായിട്ട് അളവിൽ കൂടുതൽ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? അവിടെയാണ് നിങ്ങൾക്ക് ഓവർ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളെ ഒരു വലിയ ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഒത്തിരി 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 നിങ്ങൾ ത്യാഗം ചെയ്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് വേണ്ടത്. അപ്പൊ എന്ന് നിങ്ങൾ വിഡ്ഢികളാവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ മുൻപിൽ നിങ്ങൾ വിഡ്ഢികളാവുകയാണല്ലേ ചെയ്യുന്നത്. അങ്ങനെ അവർ മനസ്സിലാക്കാത്തിടത്തോളം കാലം, നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാത്തിടത്തോളം കാലം നിങ്ങൾ വിഡ്ഢികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ചില സ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾ കുറച്ചൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നല്ലതാണ്. ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നെഗറ്റീവായ എനർജിയിലാണ് ഇവിടെ പലരും എന്ന് കാണുന്നുണ്ട്. എന്തൊക്കെ ആഗ്രഹം നിങ്ങൾ ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു. നിങ്ങൾ മനസ്സോടുകൂടി ആയിരിക്കത്തില്ല. ചില റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ മനസ്സോടുകൂടി ആയിരിക്കില്ല വന്നത്. അവിടെ നിങ്ങൾ കുറേ അനുഭവിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇതൊന്നും നിങ്ങൾ മനസ്സോടുകൂടി ആയിരിക്കില്ല. മനസ്സോടുകൂടി ചെയ്യാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് കുറ്റം കേൾക്കാനായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരായിരിക്കണം. മനസ്സിലായി? നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടമില്ലേലും സ്വയം ഇഷ്ടമില്ലെങ്കിൽ കൂടെയും ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം നിങ്ങൾ തെറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ കഴിയുന്നതും നിങ്ങൾ അവിടെ നിന്നും വിട്ടൊഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ നല്ല ജീവിതം കണ്ടിട്ട്, സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ജീവിതം കണ്ടിട്ട് അതിനിടയിലേക്ക് ആരെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരുണ്ടാകാം. ഒന്നുകിൽ വീട്ടുകാരുണ്ടാവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ഉണ്ടാവാം. ഇത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അതിന് നിങ്ങളുടെ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്. മനസ്സിലായി? അങ്ങനെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അനാവശ്യകരമായ ആൾക്കാരെ നിങ്ങളുടെ ബന്ധത്തിനിടയിലേക്ക് വലിച്ചിഴക്കാൻ പാടില്ല. നിങ്ങൾ വലിയ സ്നേഹം നടിച്ച് ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷത്തിന് വേണ്ടിയുള്ള ജോലി ചെയ്യുക. മനസ്സിലായി? അതാണ് നിങ്ങൾക്ക് അത്യാവശ്യം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ആർക്കെങ്കിലും ചിലപ്പോൾ കൂടുതൽ ത്യാഗം ചെയ്ത് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു, പക്ഷെ അവർ നമുക്ക് പിന്നീട് വിനയാവുന്ന എനർജിയാണിത്. നിങ്ങൾ ആർക്കെങ്കിലും സ്നേഹം തോന്നി കൂടുതൽ, ദയ തോന്നി കൂടുതലായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യും, പക്ഷെ അത് നിങ്ങൾക്ക് പിന്നീട് വലിയ വിപത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സഹായങ്ങളെ നിങ്ങളിവിടെ വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത്. മനസ്സിലായി? അതുകൊണ്ട് അത് മനസ്സിലാക്കി പെരുമാറണം എല്ലായ്പ്പോഴും. ഇവിടെ വളരെ നല്ല എനർജിയാണ്, ഉണ്ടല്ലോ? ഇവിടെ 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെ അത്യാകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. കാരണം ഇവിടെ ഉത്സാഹത്തോടുകൂടി നല്ലൊരു ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ഇവിടെ നല്ലൊരു ലൈഫിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആവേശത്തോടുകൂടി. അപ്പൊ ഈ ഒരു ആകാംക്ഷയും ആവേശവും നിങ്ങളെ ഒരു സക്സസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം 9 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 എന്ന് പറഞ്ഞാൽ ഒരു സഫലത തരുന്നതാണ്, ഒരു സന്തോഷം തരുന്ന എനർജിയാണ്. മനസ്സിലായി? എത്രമാത്രം നിങ്ങൾ തകർന്നാലും ശരി, ജീവിതത്തോടുള്ള ആവേശം നിങ്ങൾക്ക് കളയാൻ പറ്റുന്നില്ല. ഒരു തലയിലൊരു കെട്ടുണ്ട്, എന്തൊക്കെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്, എന്നിരുന്നാൽ കൂടെയും പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് ഈ ഒരു ആവേശത്തോടു കൂടി അല്ലെങ്കിൽ കോൺഫിഡൻറ്റോടു കൂടി നിൽക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് കോൺഫിഡൻ്റായി മുന്നോട്ട് വരാൻ സാധിക്കുന്ന എനർജിയാണ് ഇത്.
കാരണം അത്രമാത്രം ഇവിടെ ആവേശമുണ്ട്, മുന്നോട്ട് പോകണം, എൻ്റെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സിന്റെ എനർജിയാണ്, വളരെ നല്ല എനർജിയാണ്, കണ്ടല്ലേ. ഇവിടെ നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന എനർജിയാണ്. ദൈവാനുഗ്രഹം, ഒരുപാട് ദൈവാനുഗ്രഹം വരുന്നു നിങ്ങളിലേക്ക് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു മാറ്റം വരും നിങ്ങൾക്ക്. ചില ചേഞ്ചുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കാരണം നിങ്ങളിവിടെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാവാം, അവരുമായിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജി ആവാം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം. എന്തായാലും ശരി, ഇതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതമാകാം. ഇവിടെ നിങ്ങൾക്ക് പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായിട്ട് വരുന്നുണ്ട്. റാഫേൽ മാലാഖയുടെ അനുഗ്രഹമാണ്, അതായത് ഹീലിംഗിന്റെ ഇഫക്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരസ്പരം നിങ്ങളെ സുഖപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഐശ്വര്യം സമൃദ്ധി ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ പുതിയ വിവാഹം നോക്കിയിരിക്കുകയാണെങ്കിൽ വിവാഹത്തിലേക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് വീണ്ടും പാർട്ട്ണറുമായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനുള്ള അവസരവും ഇവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും സമൃദ്ധിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും വഴക്കിടും, പിണങ്ങും, പിന്നെയും വരും, ചിലപ്പോൾ കുറേ കാലം മിണ്ടാതിരിക്കും, വീണ്ടും വരും. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നല്ല എനർജിയാണെന്നല്ല, മനസ്സിലായി, അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. വീണ്ടും നിങ്ങൾ കൂടിച്ചേരേണ്ടവർ തന്നെയാണ്. അങ്ങനെ നിങ്ങളോട് പിരിഞ്ഞുപോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേർന്ന് വീണ്ടും നിങ്ങൾ സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു പരിപൂർണതയിൽ എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു പൂർണ്ണത അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. നമ്പർ ബ്ലെസ്സിങ്ങിന്റെ സമയമാണ്, മനസ്സിലായി. അപ്പോൾ ഇവിടെ എല്ലാത്തിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ് ആവുന്നു. എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അവിടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവണം എന്നുള്ളതും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ 3 കാർഡ്സും മേജർ അർക്കാനയാണ്. 3 കാർഡ്സ് ലവേഴ്സ്, ദ വേൾഡ്, ഡെവിൾ കാർഡ്. ഇത് 3 മേജർ അർക്കാന കാർഡ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കണം, മനസ്സിലായി. ഇവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക്, അത് എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ തരത്തിലും സ്നേഹം, അതുപോലെ തന്നെ സാമ്പത്തികം, ആവേശം, ബുദ്ധി, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ മുന്നോട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് സേഫ്റ്റി നൽകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, 2 ഓഫ് കപ്സിന്റെ എനർജി. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലവേഴ്സും വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് വേർപിരിഞ്ഞിരുന്ന പാർട്ട്ണർ നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ വരുന്നുണ്ട്, കൈമാറുന്നുണ്ട്. അതായത് ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ, സ്നേഹത്തെ കൈമാറുകയാണ് ചെയ്യുന്നത് ഇവിടെ, മനസ്സിലായി. അല്ലാതെ ഒരാൾ തന്നെ ഒരു സെൽഫിഷായിട്ടുള്ള ഒരു ജീവിതമല്ല ഇവിടെ നയിക്കുന്നത്. ഇവിടെയും അത് തന്നെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇതേ റാഫേൽ മാലാഖയുടെ ബ്ലെസ്സിങ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീലിംഗിന്റെ എഫക്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ നല്ലതുപോലെ അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കാനാവാം, അതുമല്ല എങ്കിൽ കൂടിച്ചേർന്ന് മുന്നോട്ട് പോകാനുള്ള എനർജിയുമാകാം. വേർപിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള, അതിന് ലവേഴ്സ് ഇത് 2 കാർഡും ഇന്ന് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, അടുത്തതായിട്ട് 6 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇനി ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും.
നിങ്ങളിപ്പോൾ ഏത് എനർജിയിലാണ് ഇരിക്കുന്നത്? ഒരു നെഗറ്റീവ് എനർജിയിലാണോ? എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മറ്റൊരിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാം വിട്ടെറിഞ്ഞിട്ട് മറ്റൊരിടത്തേക്ക് പോയി എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുന്നോട്ട് കടന്നുപോയി എല്ലാം നടക്കും, ഇതും നടക്കും, എല്ലാം കടന്നു പോകും, ഇതും കടന്നു പോകും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. വീട് നെഗറ്റീവ് എനർജിയാണ്, അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് വന്ന് നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക്, അതായത് ഒരു എനർജിയിൽ നിന്നും മറ്റൊരു എനർജിയിലേക്ക്. മനസ്സിലായി? അല്ല, ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാം കെട്ടിപ്പറക്കി പോകുന്നില്ലേ, മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയല്ലേ. അങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ പറയാം. അതുപോലെ പുതിയ അഡ്മിഷൻ കിട്ടി പിള്ളേരാരെങ്കിലും കുട്ടികൾ ആരെങ്കിലും അങ്ങനെ പോകുന്ന എനർജിയും ആവാം. അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിപ്പോകാം, അവിടെ ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കാം, മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകാം, വീട് മാറി താമസിക്കാം. അതുപോലെ ജോലിയിലായാലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം പോലെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കൊരു ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇവിടെ ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ആക്ഷൻ എടുക്കണം അല്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ പെർഫെക്റ്റ് ആക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്ന കാര്യത്തെ നമുക്ക് ചുറ്റും പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളുണ്ടായി. എന്നിരുന്നാൽ കൂടെയും ഇവിടെ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വളരെയധികം ആവേശത്തോടുകൂടി ഇവിടെ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, മഴയും കാറും കോളും എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ കൂടെയും ആഗ്രഹിച്ച കാര്യം സാധ്യമാക്കാൻ വേണ്ടി നമ്മളും അങ്ങനെയാണ്. പലപ്പോഴും നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. നാളെ തുടങ്ങി വെക്കാം, മറ്റന്നാൾ തുടങ്ങി വെക്കാം, ഇങ്ങനെ ഒരു ചിന്ത പാടില്ല. ഇന്ന് നിങ്ങൾക്കതിന് മനസ്സിന് ഒരു തോന്നലുണ്ടോ, ഇന്ന് നിങ്ങൾക്കൊരു ശകലം ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവേശമുണ്ടോ, മനസ്സിലൊരു സന്തോഷമുണ്ടോ, ഇന്ന് എനിക്കത് തുടങ്ങണം, എന്നിട്ട് പിന്നീട് അത് താഴെ വയ്ക്കാൻ പാടില്ല, നാളെ ആവട്ടെ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ എടുക്കുക. മനസ്സിലായോ? എല്ലാം പെർഫെക്റ്റ്, എല്ലാം ശരിയാവട്ടെ, അതിങ്ങോട്ട് വന്നോട്ടെ, ഇതിങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് ഞാൻ ആക്ഷൻ എടുത്തോളാം, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാം എന്ന് വിചാരിക്കരുത്. പതിയെ പതിയെ നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ, എല്ലാം പെർഫെക്റ്റ് ആയിക്കോളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർ വില തരികയുള്ളൂ. മറ്റുള്ളവർ വാല്യൂ തരണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കണം. കാരണം എന്നെ കൊണ്ട് ഇതിന് കഴിയും. മനസ്സിലായി? പലപ്പോഴും ആക്ഷൻ എടുക്കാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭീരുത്വം കൊണ്ടാണ്, ഉള്ളിലെ ഭീരുത്വം കൊണ്ടാണ്. എനിക്കിത് പറ്റില്ല, ഞാനിത് ഇപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല, ആദ്യം തന്നെ നെഗറ്റീവ് അടിച്ചിരിക്കും. പിന്നെ എങ്ങനെ അത് ശരിയാവുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കൂ. എനിക്കിതിന് കഴിയും, ഐ ആം കേപ്പബിൾ, ഐ ആം സക്സസ്. ഇതൊക്കെ നിങ്ങളൊന്ന് സ്വയം പറഞ്ഞ് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരൂ, ആക്ഷൻ എടുത്തോളൂ, ഇത് നിങ്ങൾക്ക് സാധ്യമായി വരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.